എല്ലാവർക്കും നമസ്കാരം. സ്റ്റാറിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഉള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Nurture, spiritual quest, guidance, acceptance, sustenance, delight. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തില് മാതാവുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുക. അതായത് പ്രത്യേകിച്ച് മാതാപിതാക്കളുമായിട്ടുള്ള ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. മാതാപിതാക്കളുമായിട്ട് നല്ലൊരു ബന്ധം നിലനിൽക്കാത്ത ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനമ്മമാരിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഫിസിക്കലി മാറി നിൽക്കുകയല്ല, അവരോടൊപ്പം തന്നെ ഒരേ വീട്ടിൽ താമസിച്ചാൽ പോലും മാനസികമായിട്ട് അടുപ്പമില്ലാത്ത ഒരു സാഹചര്യമുള്ളവരാവാം, അല്ലെങ്കിൽ ദൂരെ മാറി നിൽക്കുന്നവരാവാം, അല്ലെങ്കിൽ നിങ്ങൾ പല കാരണങ്ങളും കൊണ്ട് ചിലപ്പോൾ നിങ്ങളൊരു പ്രണയവിവാഹം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നതായിരിക്കാം. കുടുംബത്തിലുള്ളവര് നിങ്ങളെ സ്വീകരിക്കാത്തതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റൊരിടത്തേക്ക് മാറി നിൽക്കുന്ന, അങ്ങനെ പല രീതിയിൽ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കളുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുന്നത് തടയുന്ന പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊക്കെ തിരിച്ച് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹം പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാവുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, നല്ലൊരു രീതിയിലുള്ള ഒരു ബന്ധം നിങ്ങളുടെ മാതാവുമായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതം എപ്പോഴും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ്. കാരണം ഇവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് ഒരു എംപവർമെന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു ഉയർന്ന ലെവലിലേക്ക് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ്. അതായത് മറ്റുള്ളവരിൽ നിന്ന് അക്നോളജ്, മറ്റുള്ളവർ എപ്പോഴും ഒരു വാലിഡേഷൻ, അതായത് നിങ്ങൾ വളരെ നല്ല വ്യക്തിയാണ്, നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഭൂലോകത്ത് വേറെ ആരുമില്ല, അല്ലെങ്കിൽ വളരെ ത്യാഗമയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയണം അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് ജീവിതം ത്യജിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു വ്യക്തി, എപ്പോഴും മറ്റുള്ളവരെ അഭിനന്ദിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളൊരു ചിന്തയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇവിടെ പറയാനുള്ളത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുക എന്നുള്ളത് മാത്രം. അത് അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമായിരിക്കണമെന്നില്ല, ലോകത്തുള്ള എല്ലാവർക്കും എന്തും ചെയ്തു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വളരെ നല്ല വ്യക്തിയാണെന്ന് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പൈസ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യമായിരിക്കില്ല. ഇങ്ങനെ നിങ്ങളെ പലരും പറ്റിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നൽകുന്നതിലൂടെ മാത്രമല്ല സ്വന്തം കാര്യങ്ങൾ നോക്കുക കൂടി ചെയ്യുക. അതാണ് ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടുന്ന കാര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ, ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങളെ കുറിച്ചിട്ടും ചിന്തിക്കുക എന്നുള്ളതാണ്. സ്വന്തം ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും മാനിച്ചിട്ട് പോകുന്നില്ല എങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ എപ്പോഴും നിങ്ങളെ പ്രശംസിക്കുക, അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതം കൂടുതൽ ഒരു ആത്മീയതയിലേക്കാണ് വഴിതിരിച്ചു വിടുന്നതായിട്ട് കാണുന്നത്. സ്പിരിച്വൽ ക്വസ്റ്റ് ആണ്. കാരണം ഈ ഒരു സാഹചര്യം നിങ്ങൾ ഒരു പരിധി വരെ പാരന്റ്സിന് വേണ്ടി ജീവിച്ചു, അത് കഴിയുമ്പോൾ കുറെ ആളുകൾക്ക് വേണ്ടി ഒരു കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ ഇതൊന്നുമല്ല എന്ന് മനസ്സിലാക്കണം. ഓരോരുത്തരുടെ ജീവിത സാഹചര്യം, ഇപ്പൊ ഇത് കേൾക്കുന്ന വ്യക്തികൾ, നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്, നിങ്ങൾ ഇങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ചിലപ്പോൾ ഇറങ്ങിപ്പോയേക്കാം. മറ്റു ചിലർ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു 10-40 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ അച്ഛനമ്മമാർക്ക് വേണ്ടി ജീവിക്കുന്നു, ഭാര്യയും മക്കളും ഉള്ളവരാണ്. പക്ഷെ അവർക്ക് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കാതെ പാരന്റ്സിന് വേണ്ടിയിട്ട് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആ അഭിനന്ദനത്തിന് വേണ്ടിയിട്ട് മാത്രം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ അവരെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കെയർ ചെയ്തൊന്നും ചെയ്യാതെ നിങ്ങൾ ജീവിക്കുമ്പോൾ
ഈ പറയുന്ന അഭിനന്ദനങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. ഒരു കാലഘട്ടം എത്തുമ്പോൾ ജോലിയിൽ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ആത്മീയതയിലേക്ക് പോകുന്നുണ്ട്. കാരണം എളുപ്പമുള്ള പരിപാടിയാണ് എന്നുള്ള ചിന്തയിലേക്ക്. ഇവിടെ ഒത്തിരി നെഗറ്റിവിറ്റി ഉണ്ട്. കാരണം ഈ ആത്മീയതയിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നതായിട്ട് കാണിക്കുന്നത് ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനാണ്, സ്ട്രെസ്സാണ്, നിങ്ങളുടെ പല കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ടും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ജീവിതം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ആത്മീയത എന്ന് പറയുന്നത് അത് വേറൊന്നും ചെയ്യാനില്ലാത്ത ഒരാൾക്ക് ചെയ്യാനുള്ള ഒന്നല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നിയോഗം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഗൈഡൻസ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മറ്റു മേഖലയിൽ ഇത് കൂടാതെ പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു സമയം, വളരെ നല്ല സമയം എന്ന് പറയാം. കാരണം ഒത്തിരി സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്കോളർഷിപ്പ്, അതായത് വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു, പക്ഷെ സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്നവർക്ക് സ്കോളർഷിപ്പ്, മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ പഠിത്തത്തിൽ മുന്നേറാൻ ലഭിക്കുന്നുണ്ട്. അതേപോലെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് പഠിക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നേറാം. നല്ല നല്ല ഉപദേശങ്ങൾ നൽകുന്നവര് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ തന്നെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും നിങ്ങൾ എവിടെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ന് വഴി തെറ്റി നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് പലരും പല നല്ല ഉപദേശങ്ങളും തരുന്നുണ്ട്. പക്ഷെ നിങ്ങളത് ഏതെടുക്കുന്നു എന്നുള്ളതിന് ഇവിടെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഉപദേശം തരാനും നേർവഴിക്ക് നടത്താനും നിങ്ങൾക്ക് ഒത്തിരി ആളുകളുണ്ട്, പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ജോലി ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാവാം, ഇല്ലായിരിക്കാം. ഇപ്പോൾ ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ പുതിയൊരു ജോലിക്ക് അവസരം വരുന്നുണ്ട്, ഒരു സുഹൃത്ത് വഴിയോ മറ്റാരെങ്കിലും വഴിയായിരിക്കും. നിങ്ങളുടെ നന്മ വിചാരിച്ചിട്ട് ആ ഒരു വ്യക്തി ഒരു റെക്കമെൻഡേഷനോ മറ്റോ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കപ്പോൾ അവിടെ ഒരു ഈഗോ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ജോലി ഉള്ള ആളാണെങ്കിൽ കൂടിയും ഒരു പ്രൊമോഷനോ മറ്റേതെങ്കിലും ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഈഗോ വരുന്നുണ്ട്. ആ ഈഗോ മൂലം നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന അർഹതപ്പെടുന്ന ഒരു ഇതുണ്ടല്ലോ, നിങ്ങൾ അർഹിക്കുന്ന വിജയം നിങ്ങൾ കൈവരിക്കാതെ പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മാസത്തില് 1-ാം തീയതി പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ പോവുക, മഹാദേവൻ ശിവനെ ആരാധിക്കുക. ശിവന് ധാരയാണ് നിങ്ങൾ കഴിപ്പിക്കേണ്ടത്. കാരണം നിങ്ങൾ തല വളരെയധികം ചൂട് പിടിച്ചിരിക്കുകയാണ്. അതേപോലെ നെഗറ്റീവ് എനർജീസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ മഹാദേവൻ ശിവന് തിങ്കളാഴ്ച ദിവസം ക്ഷേത്രം സന്ദർശിച്ച് ധാര കഴിപ്പിക്കുക. അതേപോലെ തന്നെ കൂവളമാല ശിവന് ചാർത്തുന്നതും വളരെ ഉത്തമമായിരിക്കും എന്നുള്ളത്. അപ്പോൾ കുറഞ്ഞപക്ഷം 1-ാം തീയതി എങ്കിലും ക്ഷേത്രത്തിൽ പോവുക. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെയധികം നല്ലതാണ്. പഞ്ചാക്ഷരി മന്ത്രം മടി കൂടാതെ ജപിക്കുക എല്ലാ ദിവസവും. അപ്പോൾ അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള ഒരു ഉന്നമനം കാണിക്കുന്നുണ്ട്. അത് വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ ഈഗോ കൊണ്ടോ നിങ്ങളെ തട്ടിത്തെറിപ്പിക്കാതിരിക്കാൻ മഹാദേവനെ പ്രാർത്ഥിക്കുക. അതേപോലെ സസ്റ്റൈനൻസ് എനർജിയാണ്. വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന പോലെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നല്ല രീതിയിൽ സ്വീകരിക്കുക. അതിന് പറ്റിയൊരു സമയമാണ്. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ എന്ന് പറയുമ്പോൾ നല്ല കൂട്ടുകെട്ടായിരിക്കും, ബാഹ്യമായിട്ട് തോന്നുമ്പോൾ വളരെ നല്ല കൂട്ടുകെട്ടുകളായിരിക്കും. പക്ഷെ അവർ ചിലപ്പോൾ നിങ്ങളെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ജീവിതത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ചില ആളുകൾ വളരെ മാനിപ്പുലേറ്റീവ് ആവും. അവരെ സംസാരത്തിന് രീതി കേട്ടാൽ നമ്മൾക്ക് അവരെന്തോ സഹായം ചെയ്യാണ് എന്നാണ് തോന്നുക. പക്ഷെ യഥാർത്ഥത്തിൽ അവർ നമ്മളെ മുതലെടുക്കുകയാണെന്നുള്ളത് പിന്നീട് മനസ്സിലാകുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്ന സമയമാണ്. അപ്പൊ അതിലൂടെ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റിവിറ്റി വരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജോലിയിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയിട്ടായിട്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ. പിന്നെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷൻ ഈ ഒരു മാസം അവസാനിക്കുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെയും പല മാറ്റങ്ങളും ജീവിതത്തിൽ കാണുന്നുണ്ടാവാം. എന്നിരുന്നാലും അനാവശ്യമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഒഴിവാക്കി ജീവിതം നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നുണ്ട്, ഒരു സുഹൃത്തായിരിക്കാം. ആ ഒരു വ്യക്തി, പുതിയൊരു വ്യക്തി കടന്നു വരുന്നത് ആ വ്യക്തിയുടെ സഹായത്തോടു കൂടി നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങുന്നത്, ജീവിതത്തിൽ ചിരിച്ചു തുടങ്ങുന്നു എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യം എന്ന് നമുക്ക് പറയാം.
ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച്. വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് കൂടി എടുത്ത് പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.